കലവൂരിൽ വയോധികയായ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിലെ പ്രതികളെ പിടികൂടിയത് പോലീസിന്റെ സമഗ്ര അന്വേഷണം. കേസിലെ 1ഉം 2ഉം പ്രതികളായ ഷർമിള, മാത്യൂസ് എന്നിവർ സ്ഥിരമായി മദ്യപിച്ച് പണം നഷ്ടപ്പെടുത്തിയിരുന്നുവെന്നും കയ്യിൽ പണമില്ലാതെ വന്നതോടെയാണ് സുഭദ്രയെ കൊലപ്പെടുത്തി സ്വർണം അപഹരിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിനായി മാത്യൂസിന്റെ സുഹൃത്ത് റെയ്നോൾഡിന്റെ സഹായം തേടുകയായിരുന്നു. കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. 2016 എറണാകുളത്ത് വെച്ച് പരിചയപ്പെട്ട ഷർമിളയും സുഭദ്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 4 വർഷം മുൻപ് മാത്യൂസിനെയും സുഭദ്രയ്ക്ക് പരിചയപ്പെടുത്തി. എന്നാൽ ഈ അടുപ്പം വെറും നാടകമായിരുന്നോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സുഭദ്രയുടെ കൊലപാതകം പ്രതികളുടെ ആദ്യ ശ്രമമല്ലെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 മാസം മുൻപ് കൊച്ചി കരിത്തല റോഡിലെ ശിവകൃപയിലുള്ള സുഭദ്രയുടെ വീട്ടിൽ വെച്ച് ഇതേ കുറ്റവാളികൾ സ്വർണം കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. ഉറക്കഗുളിക നൽകി ബോധം കെടുത്തിയാണ് അവർ ഇത് ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാകാതെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് കൂടുതൽ സൗകര്യപ്രദമായ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിലേക്ക് സുഭദ്രയെ തന്ത്രപൂർവ്വം എത്തിക്കുകയായിരുന്നു. സുഭദ്രയുടെ ഈ നീക്കം നാട്ടുകാരും ബന്ധുക്കളും അറിയാതിരിക്കാൻ പ്രതികൾ ശ്രദ്ധിച്ചു. ഒറ്റപ്പെട്ട സ്ഥലത്ത് അവർ തങ്ങളുടെ ക്രൂരമായ പദ്ധതി നടപ്പിലാക്കി. കലവൂരിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൽ റെയ്നോൾഡ് നൽകിയ മരുന്ന് ഉപയോഗിച്ച് മയക്കിയ ശേഷം സുഭദ്രയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ വിഷാദ രോഗത്തിന് കഴിക്കുന്ന മരുന്ന് ചായയിൽ കലർത്തി നൽകിയാണ് ആദ്യം സുഭദ്രയെ മയക്കിയത്. പിന്നീട് പലതവണ ഈ മരുന്ന് നൽകി അവരെ പാതി അബോധാവസ്ഥയിലാക്കി. അബോധാവസ്ഥയിലായിരുന്ന സുഭദ്രയുടെ ആഭരണങ്ങൾ കവർച്ച നടത്തിയ ശേഷമാണ് പ്രതികൾ കൊലപാതകത്തിലേക്ക് കടന്നത്. ഷർമിളയും മാത്യൂസും ചേർന്ന് നടത്തിയ ഈ കൊലപാതകം അതിക്രൂരമായിരുന്നു. കട്ടിലിൽ കിടന്നിരുന്ന വയോധികയെ ചവിട്ടി താഴെയിട്ട് കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സുഭദ്രയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുണ്ടായിരുന്നു എന്നാണ്. കൈകാലുകൾ ഒടിഞ്ഞിരുന്നു, വാരിയെല്ലുകൾ പൊട്ടിയിരുന്നു, തലയ്ക്കും പരിക്കേറ്റിരുന്നു. കൊലപാതകത്തിന് മുൻപ് അവരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. പുലർച്ചെയായിരുന്നു കൊലപാതകം. എന്നാൽ കുഴിച്ചുമൂടിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. മാലിന്യം മൂടാനെന്ന വ്യാജേന രാത്രി മേസ്തിരി അജയനെ വിളിച്ചുവരുത്തിയ ഇവർ അദ്ദേഹം മടങ്ങിയ ശേഷം രാത്രി 10-നാണ് മൃതദേഹം കുഴിച്ചുമൂടിയത്. ഇതിനിടയിൽ അമ്മയെ കാണാനില്ലെന്ന സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണന്റെ പരാതിയിൽ കടവന്ത്ര പോലീസ് അന്വേഷണം തുടങ്ങി. കേരള പോലീസിന്റെ അഭിമാനമായ മായ എന്ന നായയുടെ സഹായത്തോടെയാണ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശവാസികളുടെ സൂചനയനുസരിച്ച് മാത്യൂസും ഷർമിളയും താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് കുഴിയെടുത്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചി സിറ്റി പോലീസിന്റെ കടാവർ നായയായ മായയെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ കൃത്യമായി ഈ സ്ഥലം കണ്ടെത്താൻ സാധിച്ചു. സുഭദ്രയെ കലവൂരിൽ എത്തിച്ച് കൊന്ന് കുഴിച്ചുമൂടിയ വിവരം പുറത്തറിഞ്ഞ് 3-ാം ദിവസമാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഉടുപ്പിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള യാത്രാമധ്യേയാണ് പ്രതികൾ പിടിയിലായത്. അന്വേഷണത്തിനിടെ പലകുറി ഉടുപ്പിയിൽ നിന്ന് രഹസ്യമായി എറണാകുളത്തും ആലപ്പുഴയിലും പ്രതികളെത്തി. ആലപ്പുഴയിലെ വാടക വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയ സമയത്ത് പ്രതികൾ എറണാകുളത്ത് ഒളിവിലായിരുന്നു. പിന്നീട് കോഴിക്കോട്, മംഗളൂരു വഴി ഉടുപ്പിയിലെത്തി. ഈ സമയം ആലപ്പുഴയിൽ നിന്നുള്ള പോലീസിന്റെ പ്രത്യേക സംഘവും ഇരുവർക്കുമായി ഉടുപ്പിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ഒരു പഴയ ഫോൺ നമ്പറാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച ഈ നമ്പർ കേസിന്റെ തുടക്കം മുതൽ അവരുടെ അന്വേഷണത്തിന് നിർണായകമായ ഒരു താക്കോലായിരുന്നു. ഒളിവിൽ പോകുന്നതിന് മുൻപ് ഉപയോഗിച്ച ഫോൺ ഉപേക്ഷിച്ച പ്രതികൾ പിന്നീട് ആശയവിനിമയം നടത്താൻ ഈ പഴയ നമ്പർ തന്നെ ഉപയോഗിച്ചിരുന്നു. 2 വർഷം മുൻപ് എറണാകുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ഉപയോഗിച്ച ഈ നമ്പർ അവർ വീട്ടുടമസ്ഥനും പഴയ പരിചയക്കാർക്കും നൽകിയിരുന്നു. ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ പോലീസിന് പ്രതികളുടെ സഞ്ചാരപഥം കണ്ടെത്താനും അവരെ പിടികൂടാനും സാധിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ.
ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.